ചതിയുടെ ഉപദേശത്തിൽ വീണുപോകുന്ന കുറെ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് അവർ ചിന്തിക്കുന്നു ശരിയാണ്, ഈ പറയുന്ന കാര്യം ശരിയാണല്ലോ, ആ പറയുന്ന കാര്യം ശരിയാണല്ലോ, ബദരീങ്ങൾ എന്തിനാണ് അല്ലാഹു പോരെ, എന്തിനാ ബദരീങ്ങൾ എന്ന് ചോദിച്ചുകൊണ്ട് ചതിയുടെ ഉപദേശകരായി ചില ആളുകൾ വരും. ആ ഉപദേശികളായി ആളുകൾ വരുമ്പോ ആ ഉപദേശത്തിൽ കൃത്യമായ ചിന്ത അല്ലെങ്കിൽ അതിന്റെ ശ്രദ്ധ കൊടുത്തിട്ട് അവരെ ചിന്തിക്കും, ശരിയാണ്, ഖാലിഖായ പടച്ച തമ്പുരാനല്ലേ നമ്മുടെ സൃഷ്ടാവ്, പിന്നെന്തിനാണ് ബദരീങ്ങള്, മജ്‌ലിസ് നൂർ എന്തിനാണ്, ബദരീങ്ങളുടെ തവസ്സുലാക്കിയുള്ള ദുആ എന്തിനാണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ബദരിയത്ത് ഓതുന്നത് എന്തിനാണ്? ഈ ഒരു ഉപദേശത്തെ നസീഹത്തുൽ ഖുറൂറായി ചതിയുടെ മറവിൽ ഇങ്ങനെ ഒരു ഉപദേശത്തിന്റെ മോഡലിൽ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. ചില ആളുകൾ അല്പം കൂടെ താഴേക്ക് ഇറങ്ങിയിട്ടാണ് പറയുന്നത്, അല്ലാഹു പോലെ ബദരീങ്ങൾ എന്തിനാണെന്നല്ല അവർ ചോദിക്കുന്നത്. റസൂലുള്ള കഴിഞ്ഞല്ലേ ഉള്ള ബദരീങ്ങള്, പിന്നെന്തിനാ നിങ്ങൾ ബദരീങ്ങളെ പിടിക്കുന്ന, റസൂലുള്ളാഹിനെ പിടിച്ചൂടെ? ചോദിക്കുന്ന ചോദ്യം അതാണ്. പക്ഷെ ഈ ചോദിക്കുന്നവർക്ക് അറിയില്ല ആദ്യത്തെ ബദരി ആരാ. 313 ബദരീങ്ങളിൽ ആദ്യത്തെ ആളാരാ? അവിടെയാണ് പ്രശ്നം. 313 ബദരീങ്ങളിൽ ആദ്യത്തെ ബദരി ആരെന്ന് ചോദിച്ചാൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ ഓതുമല്ലോ, ബദരിയത്ത് ഓതുമ്പോ നമ്മൾ പറയാറുള്ളത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവസ്സലു ഇലൈക ബിനബിയിക വ ഹബീബിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ സാദാതിനാ അബീ ബക്കറിൻ വ ഉമർ വ ഉസ്മാൻ വ അലി വ തൽഹ വ സുബൈർ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ തുടങ്ങുന്നത്.